ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നോട്ട് സോ ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ബിക്കോസ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഒണ്ടാരിയോയിലാണ്, കാനഡയിൽ. ഇവിടുന്ന് ഞങ്ങൾ മൂവ് ചെയ്യുവാണ്. സോ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പാക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. എങ്ങോട്ടാണ് ഏതാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾ കാണും. എന്തായാലും ഞാനിപ്പോൾ പെട്ടി പാക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളും കൂടെ കാണിച്ചു. നമുക്ക് ഒരുമിച്ച് പാക്ക് ചെയ്യാം. അതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഞാൻ എൻ്റെ പെട്ടിയിൽ ക്യാരി ചെയ്യുന്നത്. നമ്മൾ 2 പെട്ടി കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാട്ടോ പോകുന്നത്, കിരൺ വരുന്നില്ല. അതാണ് വേറൊരു സാഡ് പാർട്ട്. എനിക്ക് ജോബ് ആയിട്ടുണ്ട്, അങ്ങനെയാണ് പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ പറയാം. എന്തൊക്കെയാണ് പാക്ക് ചെയ്യുന്നത്, ഈ പെട്ടികളിൽ എന്തൊക്കെയാണ് ഞാൻ വെക്കാൻ പോകുന്നത്, അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. സോ വെൽക്കം ബാക്ക്. ഒരു ചെറിയ കയ്യപ്തം പറ്റി ഗൈസ്. ഞാൻ ക്യാമറ ഓൺ ആണെന്നും പറഞ്ഞിട്ടാണ് ആ സ്റ്റാൻഡിൽ വെച്ചത്, പക്ഷെ ഓൺ അല്ലായിരുന്നു. അപ്പോൾ പെട്ടിയുടെ 2 സൈഡിലും കുറേ ഡ്രസ്സസൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത് ഓൺ അല്ലായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്സാണ് നിങ്ങളിനി കാണാൻ പോകുന്നത് കേട്ടോ. സോ ഇനി ഞാൻ പോകാൻ പോകുന്ന സ്ഥലം ഇപ്പം നിൽക്കുന്നതിൻ്റെ ഇരട്ടി തണുപ്പുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വിൻ്റർ ക്ലോത്ത്സും വിൻ്റർ ആക്സസറീസും മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. ഇതെല്ലാം അറിഞ്ഞു. ഇനി ഇതും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഫുള്ളാവും. ഓക്കെ, ഒരു കോൺഫ്ലേക്സ് ഉണ്ട്. കോൺഫ്ലേക്സ് ഉള്ളത് ഞാൻ ഒരു കവറിലാക്കി വെക്കുക. ചപ്പാത്തിയൊക്കെ ഉണ്ട് കേട്ടോ. കോൺഫ്ലേക്സ് ഇങ്ങനെ ഇടുന്ന വയ്ക്കാം. മൊത്തം പൊടിഞ്ഞു പോവായിരിക്കും. കുഴപ്പമില്ലല്ലേ, പ്രശ്നങ്ങളൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ക്ലോത്ത് അതിൻ്റെ മേളിൽ കൂടെ വയ്ക്കുന്നുണ്ട്. ചപ്പാത്തിയോ എവിടെയെങ്കിലും കിട്ടാൻ. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. എവിടെ അടഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് അടയ്ക്കാൻ പറ്റൂല. ഇനി ഇത് അടയ്ക്കാൻ കുറച്ച് പാടുപെടും. എന്താണ് എത്ര പാട് അടയ്ക്കാൻ? ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഇല്ലല്ലോ അല്ലേ. ഇതിന്റെ വെയിറ്റ് നോക്കാം. നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ വെച്ച് ഒരു ഇതിൽ അടച്ച് വെച്ചേക്കുന്നേ. 75.15 20 അല്ലേ, 20 kgs ഉണ്ട്. ഇനി 3 കിലോ കയറും. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ബാഗിലോട്ട് ഞാൻ എൻ്റെ എസെൻഷ്യൽ ഐറ്റംസ് എല്ലാം എടുത്ത് വെക്കാൻ പോവാന്നേ. ദാറ്റ് ഈസ് നമ്മുടെ ഷാംപൂ, കണ്ടീഷണർ, അങ്ങനെ ഓരോരോ സാധനങ്ങൾ 1 by 1 ആയിട്ട് ഞാനിങ്ങനെ എടുത്ത് വെക്കാൻ പോവാം. ഈ ബാഗിലോട്ട് ഇതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമുണ്ടല്ലോ എടുത്ത് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടേ. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ വെക്കുക. ഇതെല്ലാം സ്കിൻ കെയർ, ബോഡി കെയർ സാധനങ്ങളാണ്. അതൊക്കെ പൊട്ടുന്ന ബോട്ടിലാണല്ലോ. സോക്സിൻ്റെ അകത്താക്കി വെക്കുക. അതാകുമ്പോൾ പൊട്ടത്തില്ല. വുളൻ സോക്സ് തന്നെ എടുത്തു, നല്ല കട്ടിയുള്ള സോക്സാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ, ഇതിന് ആക്ച്വലി ആവശ്യമില്ല, ഇത് കേട്ടാ. ഇത് സിറം കേട്ടോ, ചെറിയൊരു സിറത്തിൻ്റെ ഇതും കൂടെ ഉണ്ട്. രണ്ടും കൂടെ ഈ സോക്സിൻ്റെ അകത്ത് വയ്ക്കാം. പൊട്ടാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങനെ വയ്ക്കാം. നെയിൽ പോളിഷ് ഉണ്ട്, ഇതും പൊട്ടാൻ വളരെയേറെ സാധ്യതയുള്ളത് കൊണ്ട് ദൈവമേ പൊട്ടി വല്ലതും പോവുമോ. തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു. പൊട്ടിയാലിൻ്റെ സോക്സിനാണ് പണി. ഇത് ഇതിൻ്റെ അകത്ത് വെക്കാം. ഓക്കെ, ഇനി പൊട്ടില്ലായിരിക്കും വിചാരിക്കുന്നു. ഇത് ഫുഡ് ക്രീമാട്ടോ. ഇത് അടിപൊളിയൊരു സാധനമാണ്, ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്രീമാണ് ഫുഡ് ക്രീം. പിന്നെ എൻ്റെ പെർഫ്യൂം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്, റിസ്ക് എടുക്കണ്ട. അതുകൊണ്ട് നമുക്ക് ഇത് ഞാൻ എന്തായാലും പൊട്ടിച്ചിട്ട് കൂടിയില്ല, രണ്ടായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതും നമുക്ക് സോക്സിൽ തന്നെ ഇട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പൊട്ടിപ്പോകും.
സോക്സിൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് വന്നപ്പോഴും ഇങ്ങനത്തെ പരിപാടികളായിരുന്നു ചെയ്തത്, പൊട്ടാണ്ട് സേഫായിട്ടിരിക്കാനേ. ഇതിൻ്റെ അകത്തിട്ട് കട്ടിയുള്ള സോക്സിനകത്തിടണം, ചുമ്മാ ഏതെങ്കിലും സോക്സിലിടരുത്. അപ്പോൾ അത് പൊട്ടാണ്ട് നന്നായിട്ടിരുന്നോളും. ഇത് ഡ്രസ്സിൻ്റെ ഇടയിൽ വയ്ക്കാം നമുക്ക്. ഇത് മറ്റേ ലോറിയൽ പാരീസിൻ്റെ സീറമാണ്. ഓക്കെ, അപ്പം ഇത്രയും ഇരുന്നു. ഇത് തന്നെ നല്ല വെയിറ്റ് ഉണ്ടോ കേട്ടോ. ഇതൊരു 2-3 കിലോ എന്താണെങ്കിലും വരും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ബാഗിൻ്റെ അകത്ത് കയറിയ സാധനങ്ങൾ. ഇതൊക്കെ ഇത്രയും അത്യാവശ്യമായിട്ട് കൊണ്ടുപോകേണ്ട, അതുകൊണ്ട് ഇതെല്ലാം കൊണ്ടുപോവുക. നാട്ടിൽ നിന്ന് അമ്മ അയച്ചു തന്ന ഒരു കംഫർട്ടറാ. ഇതെന്തായാലും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, ഇതില്ലാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. സോ ഇതും ഞാൻ എടുക്കുന്നുണ്ട്. കംഫർട്ടിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ സാധനം കൂടെ വയ്ക്കാം. കയറിയാൽ മതിയായിരുന്നു. ഓക്കെ, ഞാൻ ഈ ഒരു സ്പേസിലോട്ട് ഇത് കയറ്റി വെക്കട്ടെ. ഞാൻ വിൻ്റർ വെയർ ഷൂസും കൂടി എടുത്ത് വെച്ചു കേട്ടോ. അതെ, 2 ഷൂസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി കയറ്റി വെക്കാനാണ് ഒരു ടാസ്ക്. കവറിലാക്കി വെച്ചു, വേറെ ഡ്രസ്സിലൊന്നും ആവാണ്ടിരിക്കാനായിട്ട്. തൽക്കാലം നമുക്ക് അങ്ങനെ വെക്കാം. ഞാനിനി നമ്മുടെ പാത്രം കൂടെ വെക്കാം. പക്ഷെ പാത്രം വെച്ചാൽ നോൺ സ്റ്റിക്ക് ഒരു പാൻ എടുക്കുന്നുണ്ട്, പിന്നെ എൻ്റെ പ്ലേറ്റ് എടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ വെക്കാനാണ് ഇച്ചിരി പാട്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ വെച്ചു. ഞാൻ വേറൊരു ഷർട്ടും കൂടെ അതിൻ്റെ മേളിൽ വെച്ച് അടയ്ക്കാൻ പോവാ. അയ്യോ, ഇച്ചിരി പാടാണ് എൻ്റെ അമ്മേ. ഗൈസ്, ഞാൻ ചെയ്ത് ഓരോന്ന് വെച്ച് എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചു, ഇനി ഇത്രയും സാധനങ്ങൾ കൂടി വെക്കാനുണ്ട്. ദേ, ഇതൊരു ഷോളാണ് കേട്ടോ. ഷോള്, ഇത് രണ്ടും ഷോളാണ്. ഇത് പാൻറ്റ്, ഇതൊക്കെ പാൻസും സ്വെറ്ററും ഒക്കെയാണ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച നോൺ സ്റ്റിക്കിൻ്റെ ലിഡും. നമുക്ക് ഇത്രയും സാധനങ്ങൾ വെക്കാനുണ്ട്. പിന്നെ നമ്മുടെ ടാബ്ലറ്റ്സും മെഡിസിൻസും എല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു സിപ്പ് ലോക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ എടുത്ത് വെക്കാം. ഒരു സോസ് പാനും കൂടെ ഉണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയി. സോസ് പാനിൻ്റെ അകത്ത് ഞാൻ ഒരു കേജിൻ്റെ ഒരു മസാലപ്പൊടിയും പിന്നെ ഒരു ജാമും എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡാണ് ഈ കഴിക്കാൻ പോകുന്നതെങ്കിൽ ബ്രെഡും ജാമും കഴിക്കാമല്ലോ. അപ്പോൾ അതെ 2 സ്പൂൺ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിനി നമുക്കൊരു കത്തിയും കൂടെ എടുക്കാം, ഗ്രീസ് കത്തി. ഓക്കെ, അപ്പോൾ അതെ ഇത്രയും സാധനങ്ങളോട് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു സാച്ചുലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമുക്ക് റാപ്പ് ചെയ്ത് വെക്കാം. ഞാനിങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. ഒരു പാൻറ്റിൻ്റെ അകത്തോട്ട് ഇത് കയറ്റി വയ്ക്കുക. ഓക്കെ, മെഡിസിൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സോസ് പാനൊക്കെ ഉള്ളത്. സോസ് പാൻ അതും കൂടെ ചെറിയൊരു സ്വെറ്ററിൻ്റെ അകത്താക്കി വെക്കാം. ഇങ്ങനത്തെ ഒരു കട്ടിയുള്ള ഇതിൽ നമുക്ക് റാപ്പ് ചെയ്ത് വെക്കാം. പൊട്ടാൻ സാധ്യതയുള്ള സാധനങ്ങൾ നമ്മൾ സേഫായിട്ട് വെക്കണം. ഓക്കെ, ജാം ബോട്ടിൽ ഞാൻ ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്വെറ്ററിൻ്റെ അകത്തിട്ട് ലോക്ക് ചെയ്യാം ഇതിനെ, സോ ദാറ്റ് ഇത് പൊട്ടതേ ഇല്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ട്രിക്കൊക്കെ പരീക്ഷിക്കുന്നത്. അത് ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പൊട്ടാണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് നമ്മളിങ്ങനെയൊക്കെ ഓരോ പരീക്ഷണങ്ങൾ പരീക്ഷിക്കുന്നത്. ഇങ്ങനെ വെച്ചു. ഓക്കെ, സൈഡിലോട്ട് എൻ്റെ അറ്റത്തോട്ട് വയ്ക്കാം. അപ്പോൾ
തട്ടൊന്നും കിട്ടിയാലും പെട്ടെന്ന് ഏക്കത്തില്ലല്ലോ. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചു. ഇനി ഒരു ബാഗുണ്ട്, പിന്നെ ദേ ഇച്ചിരി സോക്സ് ഉണ്ട്, പിന്നെ ദേ ഈ ബാഗും കൂടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പം ഈ കവറിൻ്റെ അകത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, എന്താ അതും കൊണ്ടുപോകണം. പിന്നെ ഷവർ ക്യാപ്പ്, പിന്നെന്താ റേസറുണ്ട്, പിന്നെ എൻ്റെ ഒരു പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടെ ഈ കവറിൽ നിന്ന് എടുത്ത് വയ്ക്കാനുണ്ട്. ഇതിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ പെട്ടിക്കകത്താണ് വയ്ക്കുന്നത്. അങ്ങോട്ടുള്ളതൊന്നും നോക്കണ്ട, അതൊക്കെ ഇങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് കളയുക. നമ്മളിപ്പോൾ പെട്ടിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഗൈസ്. ബോക്സ്, മരുന്നുകൾ സൈഡിൽ വെച്ചാൽ മതിയോ? വേണ്ടല്ലേ. അയ്യോ, വലിയൊരു പണി പൂർത്തിയാക്കി. ഇത് അടയ്ക്കാൻ എന്നാ പാടാറുണ്ട് ദൈവമേ. ഇതിനി എങ്ങനെ അടയ്ക്കും? ഇപ്പൊ എന്തായാലും അടയ്ക്കും. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഒന്ന് അമങ്ങുമെല്ലാം കൂടെ. അമ്മേ, ഒരു വിധത്തിൽ എങ്ങനെയോ ഈ ബാഗ് അടച്ചു. അയ്യോ, എങ്ങനെയുണ്ടോ? വെയിറ്റ് വേണമുണ്ടോ? പെട്ടി പൊട്ടാത്തോന്നല്ലോ. പെട്ടി പൊട്ടില്ല. അമേരിക്കനോട് കൊണ്ട് ഇച്ചിരി വിശ്വാസമുണ്ട്, പൊട്ടില്ല എന്ന്. എൻ്റെ അമ്മേ, 78.15 23 kg കൊണ്ടുപോവാം. 22.95. അയ്യോ, 22 ആയോ? സോ ഫൈനലി നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി അവസാന പോകുന്നതിന് മുന്നേ ഇനി എന്തെങ്കിലുമൊക്കെ അർജന്റായിട്ട് എടുത്ത് വെക്കാനുണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എടുത്ത് വെച്ചു. അപ്പോൾ രാത്രിയായി, ഇപ്പോൾ ഉച്ചയ്ക്ക് തുടങ്ങിയതാ, രാത്രിയായി. ഇനി ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം, കിടക്കണം. നല്ല ടയേർഡായി. എനിക്ക് നടുവിനൊക്കെ വേദന തുടങ്ങി. എനിക്കും കിരണ്ണും അതെ, ഞങ്ങൾ രണ്ടുപേരും ഓരോ സാധനമൊക്കെ എടുത്ത് വെച്ച് നമ്മൾ രണ്ടുപേരും നല്ല ടയേർഡായി. സോ ഇനി അതേ നേരം ഞാൻ ഈ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇനിയുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ എവിടെയാണ് പോകുന്നത്, ഞങ്ങൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഞാനാണ് ആദ്യം പോകുന്നത്. ഇനി അടുത്ത് വരുന്ന വീഡിയോസിൽ നിങ്ങളോട് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നത്, എന്താ കാര്യം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുവാണ്. സോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.